കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 6ാമത്തെ പാഠമായ ധാരാവൈദ്യുതി അല്ലെങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ പാഠമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാഠമാണ്. പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാഠമാണ്. മനസ്സിലാക്കാൻ അതിലേറെ എളുപ്പമായിട്ടുള്ള ഒരു പാഠമാണ്. നമുക്ക് ഓരോരോ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് സുഖമായിട്ട് പഠിക്കാവുന്ന ഒരു പാഠമാണ് ഈ കറന്റ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി എന്ന് പറയപ്പെടുന്ന ഈ പാഠം. അപ്പൊ നമുക്ക് പഠിക്കാൻ തയ്യാറാകുകയല്ലേ? സിമ്പിൾ പാഠമാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പാഠത്തില് പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് മുമ്പിൽ വെക്കുക. എഴുതാനായിട്ട് പുതിയൊരു പേജൊക്കെ തയ്യാറാക്കി വെക്കുക. പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ക്ലാസ്സിന് തയ്യാറായിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീർത്തും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. നിങ്ങളുടെ വീട്ടില് കറണ്ടുള്ള സമയത്ത് സ്വിച്ച് ഇടുമ്പോൾ എന്താ പറ്റുന്നത്? ബൾബ് കത്തും അല്ലേ? കറണ്ട് ഇല്ലാത്ത സമയത്ത് അത് പറ്റുമോ? ഇല്ല. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ബൾബ് എങ്ങനെയാണ് കത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ ബൾബ് കത്താൻ നമ്മൾ ഈ വയറിലൂടെ എന്താണ് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കല്ലേ? അതിനായിട്ട് നമുക്കിന്ന് ചെയ്യാനുള്ള ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ് ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ടുള്ള പരീക്ഷണം. നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്കോപ്പ്, നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച്. ഇലക്ട്രോസ്കോപ്പിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പരീക്ഷണത്തിന്റെ ചിത്രവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രോസ്കോപ്പിനെ ചാർജ് ചെയ്യാൻ അറിയോ? എങ്ങനെ ഒരു ഇലക്ട്രോസ്കോപ്പിനെ ചാർജ് ചെയ്യാ പറഞ്ഞേ? നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? ഉരസൽ മൂലം അല്ലെ? ഉരസി 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 ഒരു ഗ്ലാസ് റോഡ് ഉരസി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഒരു ഗ്ലാസ് റോഡ് ഉരസി കഴിഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രോസ്കോപ്പിന്റെ പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാല് എന്താണ്? ഇലക്ട്രോസ്കോപ്പ് പോസിറ്റീവ്ലി ചാർജ് ആവും. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ഗ്ലാസ് റോഡിൽ ഉരസിയതിനു ശേഷം ആ ഇലക്ട്രോസ്കോപ്പിന്റെ മേലെ ഭാഗത്ത് ഒരു പോയിന്റ് ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ എന്താണ്? ഇലക്ട്രോസ്കോപ്പ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. അപ്പോ അതിന്റെ അടിയിലുള്ള എന്താണ്? 2 മെറ്റൽ കൊടുത്തിട്ടുണ്ട്. മെറ്റലിന്റെ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞത്. അവ എന്താണ്? വികസിച്ച് നിൽക്കും. ഈ തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ അതിങ്ങനെ എന്റെ അറ്റം പോലെ ഇങ്ങനെ വികസിച്ച് നിൽക്കും അല്ലെ? നമ്മളിനി ആ പോയിന്റുമായിട്ട്, നമ്മുടെ മേലെ ചാർജ് ചെയ്ത ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റും ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ സ്വിച്ചും അതേപോലെ തന്നെ ഗ്രൗണ്ട്, ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്തായിരിക്കാം നിരീക്ഷിക്കുന്നത്? നമ്മള് സ്വിച്ച് ഇടാത്തപ്പോൾ അതേപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ എന്താണ്? അതിന്റെ താഴെ ഒരു ചെറിയൊരു അനക്കം അനുഭവപ്പെടുന്നു. നിങ്ങൾ ഇനി ലാബിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോ ഇങ്ങനെ ഒരു അനക്കം അനുഭവപ്പെടാനുള്ള കാരണം എന്താ? അവിടെ സ്വിച്ച് ഇട്ടപ്പോൾ എന്തോ സംഭവിച്ചല്ലോ. അവിടെ എന്താണ്? പോസിറ്റീവ് എല്ലാം ന്യൂട്രലായി. കാരണം എർത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്? ന്യൂട്രലായി. അപ്പൊ അവിടെ അങ്ങനെ അകന്ന് നിന്ന ചാർജായി നിന്ന ഇലക്ട്രോസ്കോപ്പ് പെട്ടെന്ന് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. അപ്പൊ ഡിസ്ചാർജ് ആയപ്പോ എന്തായി? അതിന്റെ ഉള്ളിലുള്ള ചെറിയ തകിട് ഒന്നനങ്ങി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഈ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷണത്തിലെ കണ്ടെത്തലുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായി? പെട്ടെന്നത് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. അപ്പൊ എന്തോ ഒരു സാധനം അതിലൂടെ കടന്നുപോയി. എന്തോ ഒരു സാധനം കടന്നുപോയി കഴിഞ്ഞാൽ എർത്തിൽ കൂടെ എന്തോ ഒരു സാധനം കടന്നുപോയി കഴിഞ്ഞപ്പോ ഇത് ഡിസ്ചാർജ് ആയി. അപ്പൊ അതിന്റെ ഉള്ളിലൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു അല്ലെ? ഒരു ഞെടുക്കം അനുഭവപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയും ചെയ്തു അല്ലെ? ഇവിടെ അനുഭവപ്പെട്ടത് എന്തോ ഒരു കറണ്ടാണ്, എന്തോ ഒരു ചെറിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റിയാണ്. എങ്ങനെയാ നമ്മൾ ഒരു പോസിറ്റീവ്, നമ്മളെ തലയിൽ ചീപ്പ് ഇങ്ങനെ ഉരസി കഴിഞ്ഞാല് ആ ചീപ്പ് പേപ്പറിന്റെ മേലെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാലോ, പേപ്പർ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതേപോലെ ഒരു പോസിറ്റീവ് ചാർജായിരുന്നു നമ്മുടെ കൊടുത്തിരുന്നത്. അത് പെട്ടെന്ന് നെഗറ്റീവായി. ഇവിടെ ഉണ്ടായത് ഒരു സ്ഥിരവൈദ്യുതിയാണോ?
സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതിയാണ് ഉണ്ടായത്? അല്ല. തുടർന്ന് ഈ വൈദ്യുതി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ആ ഒരൊറ്റ സെക്കൻഡ് നേരത്തേക്ക് ആ വൈദ്യുതി, ഒറ്റ സെക്കൻഡ്, 1 മില്ലി സെക്കൻഡ് ഒക്കെ ഉള്ളൂ അല്ലെ, ആ മില്ലി സെക്കൻഡ് നേരത്തേക്ക് അവിടെ അത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ വൈദ്യുതിനെ ഈ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്ന സാധനത്തിനെ കുറെ നേരത്തേക്ക് ആക്കിയാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കിയാലോ? അതിനുള്ള ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ ഈ ചിത്രത്തിൽ കാണുന്നത്. നിങ്ങൾ ആ ചിത്രം ഒന്ന് നിരീക്ഷിച്ച് എന്താണ് കാണുന്നതെന്ന് നോക്കി. എന്താണ് കാണുന്നത്? ഒരു ബൾബ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഇതെല്ലാം ഒരു സെല്ലുണ്ട്, പിന്നെന്താണ് ഇവിടെ എല്ലാം കൂടെ കണക്റ്റും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനെന്താണ്? ആ സ്വിച്ച് ഇടുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ആ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണും അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണമായിട്ടുള്ള കാര്യമാണ്. സ്വിച്ച് ഇടുമ്പോൾ നമ്മളൊരു സെല്ലുണ്ട്, അതുകൊണ്ട് എന്താണ് സ്വിച്ച് ഇടുമ്പോൾ ഇവിടെ ബൾബ് കത്തുന്നു. ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി അല്ലേ, കുറച്ചു നേരത്തേക്ക് മാത്രമല്ലല്ലോ. സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ ഇവിടെ ബൾബ് കത്തുന്നില്ലേ? ഇല്ലേ? ഇതല്ലേ ഇവ തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെ നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ടിൽ, നമ്മളിപ്പോ കണ്ട സർക്യൂട്ടില് കറണ്ട് ഉണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒന്നില് കുറച്ചു നേരത്തേക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ, മറ്റേതിൽ കുറെ നേരത്തേക്കുള്ള സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിവിടെ ധാരാവൈദ്യുതി എന്നുള്ള അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻട്രസ്റ്റ് ആയില്ലേ? നോക്കാട്ടോ. നമുക്കിന്ന് ആ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ കണ്ടു ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒന്നില് കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഒന്നില് കുറെ നേരത്തേക്ക്. സ്വിച്ച് ഓഫ് ചെയ്യുന്നവരെ അവിടെ ചാർജുകളുടെ പ്രവാഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം. ചാർജുകളുടെ ചലനം മുഖേനയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അല്ലേ? നമ്മൾ നേരത്തെ അവിടെ നോക്കിയപ്പോഴും നെഗറ്റീവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഞെട്ടൽ ഉണ്ടായത്. അതേപോലെ തന്നെ ആ സെല്ലിൽ നിന്നുള്ള ചാർജുകളുടെ പ്രവാഹം കാരണമാണ് അവിടെ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ബൾബ് പ്രകാശിച്ചത്. അപ്പോൾ ചാർജുകളുടെ പ്രവാഹം വഴിയാണ് എന്താണ് ഈ വൈദ്യുതി ഉണ്ടാകുന്നത്, വൈദ്യുതി സൃഷ്ടിക്കപ്പെടുന്നത്. ചാലകങ്ങളുടെ കേസുകളിൽ വരുമ്പോൾ ചാലകങ്ങൾ, മെറ്റലുകളുടെ കേസുകൾ അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടുന്നവയാണ് ചാലകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ ചാലകങ്ങളുടെ കേസിൽ വരുമ്പോൾ അവിടെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് എന്തിനു നയിക്കുന്നത്? ഇവിടെ വൈദ്യുതി പ്രവഹിക്കാൻ കാരണമാകുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലുമൊക്കെ വൈദ്യുതി പ്രവഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന അയോണുകളുടെ പ്രസൻസ് ആണ്. ആ പ്രസൻസ്, അയോണുകൾ കാരണമാണ് അവിടെ വൈദ്യുതി പ്രവഹിക്കാൻ കാരണമാകുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ചാർജുകൾ എങ്ങനെയാണ് പ്രവഹിക്കുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചാർജുകൾ പ്രവഹിക്കുന്നത്, അവ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഒന്നാമത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും ഒരു ബോള് താഴോട്ട് വീഴുന്നു. അതേപോലെ തന്നെ മറ്റൊരു ചിത്രത്തിൽ കാണുന്നുണ്ടാവും ജലം താഴോട്ട് ഒഴുകുന്നു അല്ലേ? ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? എന്താണ്? ജലം താഴോട്ട് ഒഴുകുന്നു അല്ലേ? എല്ലാം താഴോട്ടാണ്. ബോള് താഴോട്ട് അല്ലേ? ബോളിന്റെ ചലനം എവിടെ മുതൽ എവിടം വരെയാണ്? മേലെ നിന്ന് താഴോട്ടാണ് ബോൾ വീഴുന്നത്. അതേപോലെ തന്നെ ജലമോ മേലെ നിന്ന് താഴേക്കാണ് ജലവും വരുന്നത്. ഇനി ഈ കാറ്റിന്റെ ഗതി എങ്ങനെയായിരിക്കും? അവിടെയുണ്ട്. അവിടെ കാറ്റിന്റെ കാര്യം പറയുമ്പോൾ മേലെയും താഴെയല്ല പറയാ, മർദ്ദമാണ് പറയാ. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക്. ബോളിന്റെ കാര്യം പറയുമ്പോൾ ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലത്തേക്ക്. ജലത്തിന്റെ കാര്യം പറയുമ്പോൾ ഉയരം കൂടിയ സ്ഥലത്ത് നിന്നും ഉയരം കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ ജലം പ്രവഹിക്കുന്നത് മനസ്സിലായി, ബോൾ വീഴുന്നത് മനസ്സിലായി. അതേപോലെ തന്നെ വായു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് വായു സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതും നമ്മുടെ ഈ ചാർജുകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടാവുമല്ലോ. അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരീക്ഷണമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? അവിടെ ഒരു പാത്രമുണ്ട്. ഒരു വലിയ യു ഷേപ്പിലുള്ള ഒരു പാത്രമുണ്ട്. യു ഷേപ്പിലുള്ള പാത്രത്തിന്റെ നടുക്കായിട്ടൊരു വാൽവ് ക്രമീകരിച്ചിട്ടുണ്ട് അല്ലേ? ഈ വാൽവ് ക്രമീകരിക്കുമ്പോൾ അത് അടച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് അടഞ്ഞിരിക്കട്ടെ അല്ലേ?
അത് അടച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിന്റെ യു ഷേപ്പിലുള്ള ഒരു അറ്റത്തില് രണ്ടറ്റം ഉണ്ടാവുമല്ലോ, അതിൽ രണ്ട് വായ ഉണ്ടാവും. അതിൽ ഒരു വായിൽ നിറച്ചും വെള്ളം ഒഴിക്കുന്നു, മറ്റേത് ഒരു പകുതി മുക്കാലും വെള്ളം നിറച്ചു വെക്കുന്നു, പകുതിയോളം വെള്ളം നിറച്ചു വെക്കുന്നു. നമ്മൾ ഈ വാൽവ് തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പറഞ്ഞു നോക്കി, എന്തായിരിക്കാം സംഭവിക്കുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് സംഭവിക്കുക? ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ജലപ്രവാഹം, ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലത്തേക്ക് ജലപ്രവാഹം ജലം പ്രവഹിക്കുന്നു അല്ലെ? ഇത് എപ്പോഴാ നിൽക്കുക? അതോ ഇനി പിന്നെ ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയില്ല, നിൽക്കും. എന്താ, ഇവിടെ തുല്യമായി കഴിഞ്ഞാൽ, തുല്യ ഉയരത്തിലാവുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും അല്ലെ? ഇവിടെ എന്താണ്? ഒരു സ്ഥിരമായ പൊട്ടൻഷ്യലാണ് ഇവിടെ ഉള്ളത്. ആണോ? സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ ആണോ ഉള്ളത്? അല്ല, ആദ്യം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വാൽവ് തുറന്നു കഴിയുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ അവിടെ ഒരു വ്യത്യാസം സംഭവിക്കും അല്ലെ? അവിടെ എന്താണ്? ജലം ഒരു ഉയരത്തിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണ്? സ്ഥിതികോർജമാണ് അല്ലെ? സ്ഥിതികോർജം അത് അഴിച്ചു വിടുമ്പോൾ എന്താണ്? വാൽവ് തുറന്നു വിടുമ്പോൾ ആ ജലത്തിന് സ്ഥിതികോർജത്തിൽ മാറിയത് ഗതികോർജത്തിലോട്ട് മാറി വരുന്നു അല്ലെ? അങ്ങനെ ഒരേ സ്ഥലത്ത് വരുമ്പോൾ അത് വീണ്ടും സ്ഥിതികോർജത്തിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇത് തന്നെയാണ് ചാർജുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. പക്ഷെ ഈ വാൽവിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആ ഒരു സെക്കൻഡ് നേരത്തെ, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക്, അല്ലെങ്കിൽ ആ ജലനിരപ്പ് തുല്യമാകുന്ന ആ സ്ഥലം വരെ മാത്രമേ അവിടെ ജലം പ്രവഹിക്കുന്നുള്ളൂ, ആ ജലപ്രവാഹം ഉണ്ടാകുന്നുള്ളൂ. ഇനി ജലപ്രവാഹം തുടർന്നും ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യാ? തുടർച്ചയായി അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സയന്റിഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ക്രമീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്പോൾ 0 ആകുന്നു, അപ്പോൾ എന്താണ്? അവിടെ എന്ത് പ്രവാഹമായാലും, ജലപ്രവാഹമായാലും വായുവിന്റെ പ്രവാഹമായാലും അതേപോലെ തന്നെ കറണ്ടിന്റെ പ്രവാഹമായാലും, ഇലക്ട്രിക് കറണ്ടിന്റെ പ്രവാഹമായാലും, ചാർജുകളുടെ പ്രവാഹമായാലും അത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചാർജുകൾ പ്രവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ നമ്മൾ പറഞ്ഞത്? നമ്മൾ എന്ത് ചെയ്യണമെന്നാ കണ്ടെത്തിയത്? സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായി ക്രമീകരിച്ചു കഴിഞ്ഞാലേ സ്ഥിരമായ ഒരു ചാർജിന് ഒഴുകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? ഇതാണ് ഇവിടെ പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതിനെ പറയുന്നത് EMF എന്നാണ് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി വേറൊരു ചിത്രം കാണിച്ചുതരാം. നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു സർക്യൂട്ട് ഉണ്ട്. പക്ഷെ സർക്യൂട്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട് പോലെയല്ല, നെടുനീളത്തിലൊരു സർക്യൂട്ട് ഉണ്ട്. ഇവിടെ ഒരു സെല്ലില്ല, ഒന്നുമില്ല, ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഒരു സ്വിച്ചും കുറച്ച് വയറും ഒരു ബൾബും മാത്രമേ ഉള്ളൂ. ഇവിടെ വൈദ്യുതി പ്രവാഹം നടക്കും? ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞ എന്താണ് കാരണം? ഒരു വൈദ്യുതി പ്രവാഹം നടക്കണമെങ്കിൽ, ഒരു ചാർജുകളുടെ പ്രവാഹം നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞ സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ഈ സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ക്രമീകരിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് ഘടിപ്പിക്കുന്നത്. ഈ സെല്ല് ഘടിപ്പിക്കുന്നതിലൂടെ ഈ രണ്ട് A എന്ന അഗ്രവും B എന്ന അഗ്രവും തമ്മിലുള്ള സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുമ്പോൾ സ്വിച്ച് ഇടാൻ നേരത്തെ എന്ത് സംഭവിക്കും? ആ ചാർജ് അവിടെ ഒഴുകാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, എന്താണ് EMF എന്നൊക്കെ പറഞ്ഞ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതിൽ നിന്നും ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ കറണ്ട് പ്രവഹിക്കണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തേണ്ടതായിട്ട് ഉണ്ട് അല്ലേ? ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയേ തീരും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്നും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഇലക്ട്രിക് കറണ്ട് പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വോൾട്ട് എന്നാണ് അതിന് പറയുന്നത്. 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട്, 6 വോൾട്ട്, 230 വോൾട്ട്, 12 വോൾട്ട് എന്നൊക്കെ പറയുന്ന പോലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണമുണ്ട്. ഒരു ഉപകരണമാണ് ഈ കാണുന്നത്. അതിനെ വോൾട്ട് മീറ്റർ എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വോൾട്ട് മീറ്റർ ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള
ഉപകരണം എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം, 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് ഒരു നിർവചനമുണ്ട്. അതാണ് ഇത്. കേട്ടോ, നിങ്ങൾ എഴുതിയെടുത്തോ. ഒരു ബിന്ദുവിൽ നിന്ന് ഒരു സർക്യൂട്ടിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂള് പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് 1 വോൾട്ട്. മനസ്സിലായോ? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. 1 കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടിയിട്ട് 1 ജൂള് വർക്ക്, 1 ജൂള് പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഇതെന്ന് പറയുന്നത് 1 വോൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? അതേപോലെ തന്നെ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് പഠിച്ചില്ലേ? എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് മനസ്സിലായില്ലേ? പൊട്ടൻഷ്യൽ എവിടെ നിന്ന് പോലെ ഇലക്ട്രിക് കറണ്ട് എവിടെ നിന്നാണ് ഒഴുകുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ 1 വോൾട്ട് എന്താണെന്നും കണ്ടു. നിങ്ങൾ ഇനി ഇത് പഠിക്കണം കേട്ടോ. എന്താണ് 1 വോൾട്ട്? ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 1 വോൾട്ടാണ്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഈ ഉപകരണം ഏതാണ്? വോൾട്ട് മീറ്റർ. ഏതാണ് യൂണിറ്റ്? വോൾട്ട് ആണ് യൂണിറ്റ്. മറന്നു പോകരുത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് വലിയ ക്ലാസ്സിലോട്ട് ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ട ജല സർക്യൂട്ടിലും വൈദ്യുത സർക്യൂട്ടിലും ഏത് തരത്തിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? വൈദ്യുത സർക്യൂട്ടില് സെല്ല് മുഖേനയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അവിടെ ക്രമീകരിച്ചത്. ജല സർക്യൂട്ടിലോ അവിടെ ഒരു പമ്പ് മുഖേനയുള്ള, ഒരു വാട്ടർ പമ്പ് മുഖേനയുള്ള ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അവിടെ ക്രമീകരിച്ചത്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ക്രമീകരിക്കുന്ന സെല്ലുകളെ നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സുകൾ എന്ന് പറയാം. അത്തരത്തിൽ പ്രവഹിപ്പിക്കുന്ന സോഴ്സുകളെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF സോഴ്സുകൾ എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് EMF സോഴ്സുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? അതിലൊന്നാണ് ജനറേറ്റർ, മറ്റൊന്നാണ് ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. ഇവയിൽ എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ്, എന്ത് തരത്തിലുള്ള ഊർജമാറ്റമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്കി. ജനറേറ്റർ, എങ്ങനെയാണ് ജനറേറ്ററിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? പോട്ടെ, നിങ്ങൾക്ക് അറിയാം, മിനി മോട്ടർ കറക്കാൻ നേരത്തെ കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള കറണ്ട് ഉണ്ടാവുന്നു. എന്ത് തരത്തിലുള്ള ഊർജമാറ്റമാണ് സംഭവിക്കുന്നത്? എന്താണ് അവിടെ? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കറങ്ങുന്ന യാന്ത്രികോർജം, ചലിക്കുന്ന യാന്ത്രികോർജം അവിടെ വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെല്ലിന്റെയും അതേപോലെ തന്നെ ബാറ്ററികളുടെയും കാര്യത്തിൽ അവിടെ എന്തെങ്കിലും യാന്ത്രികോർജം നടക്കുന്നുണ്ടോ? അവിടെ എന്ത് തരത്തിലുള്ള ഊർജ്ജ വ്യത്യാസമാണ് നടക്കുന്നത്? അവിടെ രാസമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഊർജം, രാസോർജം ആയിട്ടാണ് മാറുന്നത്? വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ഡിവൈസ് ആയിരുന്നു? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഡിവൈസിന്റെ പേരെന്താണ്? വോൾട്ട് മീറ്റർ. എന്താണ്? വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ അനുസരിച്ച് വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്കൊരു സർക്യൂട്ടിൽ നിന്നും എങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്താമെന്ന് നമുക്ക് പഠിക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ചിത്രം കാണുന്നുണ്ടല്ലോ. ചിത്രത്തിലേതുപോലെയുള്ള ഒരു സർക്യൂട്ട് തയ്യാറാക്കുക. സർക്യൂട്ട് എന്തൊക്കെയാണ് ആ സർക്യൂട്ടിലുള്ളത്? എന്തൊക്കെയാണ്? ഒന്നാമത്തത് എന്താണുള്ളത്? ഒരു ബൾബ് ഉണ്ട്, കുറെ വയറുണ്ട്, വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കായിട്ട് ഒരു സെല്ലുണ്ട്, ബൾബ് ഉണ്ട്, പിന്നെ നമ്മുടെ വോൾട്ട് മീറ്ററും ഉണ്ട്. വോൾട്ട് മീറ്റർ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സർക്യൂട്ടിൽ ആ ബൾബിന് കുറുകെ ഒഴുകുന്ന വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത്? ആ ബൾബിന് സമാന്തരമായ അല്ലെങ്കിൽ പാരലായിട്ട് ആണ് ആ വോൾട്ട് മീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമ്മള് ആ സെല്ലിന്റെ സ്ഥാനത്ത് 1.5 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള സെല്ലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? 1.5 വോൾട്ട് ആയിരിക്കും. അതേപോലെ തന്നെ സർക്യൂട്ടിലെ സെല്ലുകളുടെ
വാല്യൂ കൂട്ടി കൊടുക്കുകയാണെങ്കിലോ പൊട്ടൻഷ്യൽ വ്യത്യാസം 3 വോൾട്ട് ആണെങ്കിൽ അവിടെയും കാണിക്കുന്നത് 3 വോൾട്ട് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്യൂട്ടില് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ടേജ് എങ്ങനെ അളക്കുന്നത്, എങ്ങനെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത്? നമുക്ക് എന്തിന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കാണേണ്ടത്, അതിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ ആ സർക്യൂട്ടിലുള്ള ആ ലോഡിലൂടെയുള്ള അല്ലെങ്കിൽ ആ ഡിവൈസിലൂടെയുള്ള എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിലൂടെയുള്ള വോൾട്ടേജ് നമുക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര എടുത്താൽ മതി, ഇത്രയും മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുണ്ട്, കുറെ വിശേഷങ്ങള് നാളെയും പറയാനായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങള് ഇനിയും ഇവിടെ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് ഇനിയും വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നതൊക്കെയാ പഠിച്ചേ? നമ്മള് എങ്ങനെ നമുക്ക് ധാരാവൈദ്യുതി എന്ന് പറഞ്ഞ പാഠമായിരുന്നു, പുതിയൊരു പാഠമായിരുന്നു. അതില് എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നമ്മള് തുടർച്ചയായ കറണ്ട് പ്രവഹിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഇലക്ട്രോസ്കോപ്പ് വെച്ച് ആദ്യം പരീക്ഷണം ചെയ്ത് നോക്കി. പിന്നെ തുടർന്ന് തുടർച്ചയായ ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സ്ഥിരമായ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തണമെന്ന് പറഞ്ഞു. നമ്മള് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നിർവചനം തയ്യാറാക്കി അത് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അറിഞ്ഞു, ആശയം മനസ്സിലാക്കി. അതേപോലെ തന്നെ 1 വോൾട്ട് എന്താണെന്ന് നമ്മൾ അതിന്റെ ആശയം നമ്മൾ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ വിവിധങ്ങളായ EMF അതിനെ കുറിച്ച് പഠിച്ചു, EMF സ്രോതസ്സുകളെ കുറിച്ച് പഠിച്ചു. EMF സ്രോതസ്സിൽ ഉണ്ടാകുന്ന എന്താണ് ഊർജം മാറ്റത്തെ കുറിച്ച്, ഊർജ വ്യത്യാസത്തെ കുറിച്ച്, എന്ത് ഊർജമായിട്ടാണ് മാറുന്നത് എന്നുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ അവസാനം പഠിച്ചത് എന്താണ്? വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കാമെന്ന് അല്ലെങ്കിൽ കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്നൊരു കുഞ്ഞി കാര്യമല്ലേ പഠിച്ചേ? അത്രയല്ലേ പഠിപ്പിച്ചോളൂ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ പഠിപ്പിച്ചോളൂ. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക, സംശയം നമുക്ക് തീർക്കാം.